നമസ്കാരം. നമ്മൾ ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം അല്ലേ? അതെ, തീർച്ചയായും. നമ്മുടെ കയ്യിൽ കുറച്ച് വാർത്താ റിപ്പോർട്ടുകളുണ്ട്. പിന്നെ ആ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റും. അപ്പോ ആരാ ജയിച്ചത്, കണക്കുകൾ എന്തൊക്കെ, പിന്നെ സ്ഥാനാർത്ഥികൾ എന്തു പറഞ്ഞു, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ശരി. അപ്പോ ആദ്യം തന്നെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് ജയിച്ചത്. 77,737 വോട്ടുകൾ. ഭൂരിപക്ഷം 11,077 വോട്ട്. അപ്പോ തുടക്കം മുതലേ ലീഡ് ഉണ്ടായിരുന്നു എന്ന് കേട്ടു. അതെ, വോട്ടെണ്ണലിന്റെ തുടക്കം തൊട്ടേ ഷൗക്കത്ത് മുന്നിലായിരുന്നു. 11,077 എന്ന് പറയുമ്പോൾ അതൊരു മോശമല്ലാത്ത ഭൂരിപക്ഷം തന്നെയാണ്. ശരിയാണ്. തൊട്ടു പിന്നാലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഉണ്ട്. 66,660 വോട്ട്. പക്ഷെ എനിക്ക് കൗതുകമായി തോന്നിയത് ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ കാര്യമാണ്, PV അൻവർ. അത് ശ്രദ്ധേയമാണ്. 19,760 വോട്ടാണ് കിട്ടിയത്. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് 8,628 വോട്ടും. അതെ, ഈ കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online എന്ന സൈറ്റിൽ കൂടുതൽ വിവരങ്ങളുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശരി. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇത്ര വോട്ട് നേടുന്നത് അത് സാധാരണയാണോ നിലമ്പൂരില്? അതോ? അല്ല, 19,760 വോട്ട്, അതായത് ഏകദേശം 20,000-ഓളം വോട്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് അത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് ചിലപ്പോൾ പാർട്ടിക്കപ്പുറം വ്യക്തിപരമായ സ്വാധീനത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾക്കോ ഒക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് കാണിക്കുന്നുണ്ടാവാം. ശരി ശരി. പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രധാന എതിരാളികൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസം 11,077 അല്ലേ? അതിനേക്കാൾ കൂടുതലാണ് ഈ സ്വതന്ത്രൻ പിടിച്ച വോട്ട്. ഓ, അതും ശരിയാണല്ലോ. അതെ, അതൊരു സൂചനയാണ്. ഇനി വിജയത്തിന് ശേഷം ഷൗക്കത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടല്ലോ, നന്ദി പറഞ്ഞുകൊണ്ട്. കണ്ടിരുന്നു. അതിലദ്ദേഹം ഈ പ്രവർത്തകരെക്കുറിച്ചും നേതാക്കളെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. പ്രവാസി സുഹൃത്തുക്കളെക്കുറിച്ചും. വെയിലിൽ പൊള്ളിയും മഴയിൽ നനഞ്ഞും UDFന്റെ വിജയത്തിനായി നിങ്ങൾ തെരുവിലുണ്ടായിരുന്നു എന്നൊക്കെ. അത് കേൾക്കുമ്പോഴൊരു അത് അങ്ങനെയുള്ള അംഗീകാരങ്ങൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് ഒരുപാട് ഊർജം കൊടുക്കും. ശരിയാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വിജയമാണ്, നിങ്ങളിൽ ഒരുവനായി നാളെയും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അതൊരു കണക്ഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. വോട്ടർമാരുമായിട്ടൊരു പേഴ്സണൽ ടച്ച് അല്ലേ? അതെ. രാഷ്ട്രീയ വിജയങ്ങൾക്ക് ശേഷം അങ്ങനെയുള്ള ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോ മറ്റേ പ്രധാന എതിരാളിയായിരുന്നല്ലോ LDFന്റെ M സ്വരാജ്. അദ്ദേഹത്തിന്റെ പ്രതികരണം, അതും നമ്മൾ ശ്രദ്ധിക്കണം. പറയൂ. അദ്ദേഹം ജയിച്ച ഷൗക്കത്തിനെ അഭിനന്ദിച്ചു. പക്ഷേ ഈ ഫലം മുഴുവനായും ഒരു ഭരണവിരുദ്ധ വികാരമായിട്ട് കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. ഒരു ഉയർന്ന ജനാധിപത്യ സംവാദമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം. ആ വാക്കുകൾ ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ പോരാട്ടം, ഉയർന്ന ജനാധിപത്യ സംവാദം. അതെ. അതായത് പരാജയം അംഗീകരിക്കുമ്പോഴും അതിന്റെ കാരണത്തെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. കേവലം ഒരു ഭരണവിരുദ്ധ തരംഗമായിട്ട് അതിന് ചുരുക്കാൻ അദ്ദേഹം തയ്യാറല്ല. ശരിയാണ്. പിന്നൊരു കാര്യം കൂടി പറഞ്ഞു, ഒരു വർഗീയവാദിയുടെയും പിന്തുണ ഒരു കാലത്തും ആവശ്യമില്ല. എത്ര പരാജയപ്പെട്ടാലും അത് തന്നെയാണ് നിലപാട്. അതൊരു നിലപാട് പ്രഖ്യാപനമാണ്. തോൽവിയിലും തങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊരു സന്ദേശം. അതൊരു പക്ഷെ സ്വന്തം അണികളെ ഉദ്ദേശിച്ചുള്ളതും ആവാം. അപ്പോ രസകരമായൊരു കാര്യം, ഷൗക്കത്ത് ഒരു ഐക്യത്തെക്കുറിച്ചും കൂട്ടായ്മയെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ സ്വരാജ് രാഷ്ട്രീയ നിലപാടിനും സംവാദത്തിനുമാണ് ഊന്നൽ കൊടുക്കുന്നത്. അതെ, ശരിയാണ്. രണ്ട് വ്യത്യസ്ത സമീപനങ്ങൾ. ഒന്ന് വിജയത്തിന് ശേഷമുള്ളൊരു ഒരുമിക്കലിന്റെ ഭാഷ, മറ്റേത് പരാജയത്തിലും തങ്ങളുടെ രാഷ്ട്രീയത്തിലെ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നൊരു പ്രഖ്യാപനം. ശരി. ഈ വ്യത്യാസം തന്നെ നേതാക്കൾ സാഹചര്യങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചും ചിലതൊക്കെ പറയുന്നുണ്ട്. അപ്പോ നമ്മൾ ഇന്ന് കണ്ടത് നിലമ്പൂരിലെ ഈ UDF വിജയം, പ്രധാനപ്പെട്ട വോട്ട് കണക്കുകൾ, പ്രത്യേകിച്ച് ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പ്രകടനം. അതെ. പിന്നെ ഈ രണ്ട് പ്രധാന സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലെ വ്യത്യാസങ്ങൾ, ഇതൊക്കെ അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് അവരാലോചിക്കുന്നുണ്ടാവും. തീർച്ചയായും. ഒരു ചെറിയ ചിന്ത നിങ്ങൾക്കും ആലോചിക്കാനായിട്ട് ഇവിടെ പങ്കുവയ്ക്കാം. പറയൂ. അതായത് വിജയിച്ച ആള് ഐക്യത്തിനും കൂട്ടായ പ്രവർത്തനത്തിനും പ്രാധാന്യം കൊടുക്കുമ്പോൾ പരാജയപ്പെട്ട ആള് രാഷ്ട്രീയ സംവാദത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. നിലമ്പൂരിലെ ജനങ്ങൾ അവരുടെ മുന്നോട്ടുള്ള പോക്കില് ഈ രണ്ട് കാര്യങ്ങളിൽ ഏതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക? അതോ
രണ്ടും ഒരുപോലെ വേണമെന്ന് അവർ കരുതുന്നുണ്ടാവുമോ? ഇതൊരു ചിന്തയാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്.